ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മളിപ്പോ ഈ വീഡിയോയിൽ വന്നതിന്റെ കാരണം എന്താ വെച്ചാല്, നമ്മൾ കുറച്ച് മുമ്പേ നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാചസ്പതിയുടെ ഒരു വീഡിയോയും പത്രസമ്മേളനവും പോസ്റ്റും ഒക്കെ കാണാനിടയായി. അപ്പൊ അത് കണ്ടപ്പോ ഇതെന്തപ്പോ ഇത് സംഗതി നോക്കി നോക്കി വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ഞാൻ ആ വീഡിയോയെ കുറിച്ച് ഒന്ന് പറയാം നമുക്ക്. ഓക്കെ. കണ്ടല്ലോ, സംഗതി കണ്ടല്ലോ. അപ്പോ ഇത് നോമ്പിറക്കലോ അല്ലെങ്കിൽ പള്ളിയിലത്തെ ദുആ ഇറക്കലോ അല്ലെങ്കിൽ പള്ളിയിലത്തെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മോസ്കിലത്തെ സംഗതികളൊന്നുമല്ല. ഈ സംഗതി നടന്നത് എന്താണെന്നറിയോ? ഈ സംഗതി നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴില് കേന്ദ്രത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം, അതായത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം എന്ന സ്ഥലത്ത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് തുറന്നിട്ടുള്ള ഒരു ആരോഗ്യ മന്ത്രാലയത്തിന്റെ, അങ്ങനെയാണല്ലോ ഇപ്പൊ പറയാ, ഇപ്പൊ ഹെൽത്ത് സെന്റർ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, ആരോഗ്യ മന്ത്രാലയത്തിന്റെ, ആ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തൊട്ടു മുമ്പ് ഈ കായംകുളത്ത് നടന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തൊട്ടു മുമ്പ് അവിടെ നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ അത് ആദ്യം ആൾക്കാർ കാണുമ്പോ ഇതെന്ത് വല്ല പള്ളിയിൽ നടക്കണ പ്രാർത്ഥനയാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അതല്ല സംഭവം. അങ്ങോട്ട് എന്താ പറയാ, കിടുക്കാച്ചി സംഭവം അങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേണമെങ്കിൽ നമ്മുടെ മന്ത്രി സജി ചെറിയാനെ അറിയില്ലേ? നിങ്ങൾ ആരും മറക്കാൻ വഴിയില്ല സജി ചെറിയാനെ. ഈ സജി ചെറിയാനെ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ, ഈ സജി ചെറിയാൻ ഒരു ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറഞ്ഞപ്പോ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാം. അതായത് പണ്ട് ഒരിക്കൽ എവിടെയും കണ്ട് പ്രസംഗിച്ചപ്പോ ഈ പുള്ളിക്കാരൻ എന്തെന്നാ പറഞ്ഞത്? അയ്യോ, നമ്മുടെ ഭരണഘടന, ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് കുന്താണോ കൊടച്ചക്രാണോ എന്തു മാങ്ങാത്തിലിയാണെന്ന് പോലും അറിയാത്ത ഒരു കിഴങ്ങൻ. ഈ കിഴങ്ങനാണ് അത് പറഞ്ഞത്. അതായത് നമ്മുടെ മന്ത്രി ചെറിയാൻ, നമ്മളെല്ലാവരും കൂടിയിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട നമ്മുടെ മന്ത്രി, നമ്മളെ ഭരിക്കുന്ന മന്ത്രി എന്ന് ആലോചിക്കണം. നമ്മളെ ഭരിക്കുന്ന മന്ത്രിയാണ് ഒരു വേദിയിൽ പബ്ലിക്കായിട്ട് പ്രസംഗിച്ചത്. എന്ത്? അതെ, ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുന്തം കുടച്ചക്രമൊന്നുമല്ല. എന്ത് കുന്തമാണോ കുടച്ചക്രമാണോ? അതായത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന, അതായത് ജനായത്ത് ഭരണത്തില്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ജനായത്ത് ഭരണത്തില് വോട്ട് നേടിയിട്ട് മന്ത്രിയായ ഒരു മന്ത്രി പുങ്കവൻ, ആ പുങ്കവനാണ് അന്ന് പബ്ലിക് സ്റ്റേജിൽ പ്രസംഗിച്ചത്. എന്തുട്ട്? ഈ ഭരണഘടന എന്ന് പറഞ്ഞ സാധനം ഒരു കുന്തോ കൊടച്ചൊക്കെ എന്ത് മാങ്ങാതിരിയണവോ അതുപോലും ഈ കിഴങ്ങനെ അറിയില്ല. അങ്ങനത്തെ ഒരു കിഴങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് മന്ത്രിയാക്കിയിട്ട് നമ്മളെ ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പൊ ആ കിഴങ്ങനെ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് എന്തോരം വെളിവും വിവരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെ വേറെ എപ്പോഴും കണ്ട ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരു പെണ്ണുമ്പിള്ള ഈ സാധനത്തിന് വാനോളം പാടി പുകഴ്ത്തുന്നതും കണ്ടു. അപ്പൊ പിന്നെ എനിക്ക് കായംകുളം നാട്ടുകാരുടെ അസൽ അറിവും ബോധമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടി ബോധിച്ചിട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവിടേക്കൊന്നും ഞാൻ പോണില്ല, കാരണം ബോധം കിട്ടി വീഴും. അപ്പോ ഈ കിഴങ്ങനെ തെരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാനായിട്ട് ഈ ഭരണം ഏൽപ്പിച്ച ആ കിഴങ്ങൻ അന്ന് ഭരണഘടന ഈ പറയുന്ന കുന്തം കുടച്ചക്രൊക്കെ ആയിരുന്നു. ഇനി അതൊക്കെ വിട്. ഈ കുന്തം കൊടച്ചക്രം ഭരണഘടനയെ കുറിച്ച് ഒന്നും അറിയാത്ത ഈ കിഴങ്ങൻ മന്ത്രിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ദുആ ഇറക്കലോ എന്താണ് ഇതിന് പറയാതെ എനിക്കറിയാൻ പാടില്ല. ഒരു കുറെ മീൻ ഭൂമീൻ മറ്റേ മീൻ മറിച്ചേ മീൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് അവിടെ നടക്കുന്ന സംഗതി. എനിക്ക് ഈ വക ചടങ്ങിനെ കുറിച്ച് ഐ ഹാവ് നോ ഐഡിയ. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതിന്റെ ഇടയില് ഈ ഉദ്ഘാടനത്തിന് സജി ചെറിയാൻ കുന്തം കുടച്ചക്രം മാത്രമല്ല പങ്കെടുത്തത്, അവിടുത്തെ MLA പ്രതിഭ ഹരി എന്ന് പറയുന്ന ഒരു പ്രതിഭ ഹരി, ഇത് ഒരു MLA, ഇത് പ്രതിഭ പെണ്ണിന്റെ പേരായിരിക്കും അല്ലെ? ആയിരിക്കും. ആരോ ആവട്ടെ, എന്താണെങ്കിലും വേണ്ടില്ല, ഇത് ആണായാലും പെണ്ണായാലും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ മന്ത്രിയും ഈ പറയുന്ന പ്രതിഭ ഹരിയും CPM-ന്റെ MLA-യും മന്ത്രിയുമാണ്. CPM-ന്റെ. അപ്പൊ ഈ CPM-ന്റെ MLA മന്ത്രി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മതേതരത്വം വേണ്ടേ? അപ്പൊ അവിടെ ഗണപതി ഹോമം കഴിക്കണ്ടേ?
അല്ലെങ്കിൽ എന്താ പറയാ ചുരുങ്ങിയത് അവിടെ ഒരു ബ്രാഹ്മണനെ കൊണ്ടുവന്നിട്ട് ഒരു 4 മന്ത്രങ്ങളിൽ ഉരുവിടണ്ടേ? നമ്മുടെ പള്ളിയിലെ ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രാർത്ഥനയും അവിടെ സംഘടിപ്പിക്കണ്ടേ? അങ്ങനെയല്ലേ മതേതരത്വം പൂത്തുലയ്ക്കാൻ നമ്മള് കേരളക്കാര് മലയാളികള് സാധാരണ മതേതരത്വം പൂത്തുലയണമെന്നുണ്ടെങ്കിൽ 3 സംഗതികളും പൂത്തുലയണ്ടേ? ഇത് ഒരു സംഗതി മാത്രം എന്തുകൊണ്ടാ പൂത്തുലയണേന്ന് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. അപ്പൊ എന്റെ പിടികിട്ടായ്മ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേന്ന്. ഇനിയിപ്പോ എന്റെ വേറൊരു സംശയം, ഈ കായംകുളം ഈ പറയുന്ന വാർഡില് മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ടത്ര. അപ്പൊ മുസ്ലിം ലീഗ് ജയിച്ചപ്പോ ഇനിയിപ്പോ മുസ്ലിം ലീഗ് ഇത് ഇസ്ലാം രാഷ്ട്രമായിട്ട് കായംകുളത്തിനെ പ്രഖ്യാപിച്ചു എന്നും നമുക്കറിയില്ല. ചിലപ്പോ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് മലപ്പുറം ജില്ല ഞമ്മന്റെ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ നാളായിട്ട് ഇവിടെ കിടന്നിട്ട് ആകെ കൂടി നെട്ടോട്ട് ഓടുകയാണ് എല്ലാരും കൂടി കിടന്നിട്ട്. മലപ്പുറം ജില്ല ഞമ്മന്റെ ആൾക്കാരാണ് അവിടെ മൊത്തം, അത് ഞങ്ങൾക്ക് പതിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടണമെന്ന്. അപ്പൊ അതുള്ളപ്പോ ഈ പറയുന്ന അവിടെ ജയിച്ചപ്പോ മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ആ മുസ്ലിം ലീഗ് ജയിച്ചതിന് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭരണാവസ്ഥ വെച്ച് നോക്കുമ്പോ കോൺഗ്രസ്സുകാർക്ക് യാതൊരു തരത്തിലുള്ള അന്തവും കുന്തവും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ICUല് അങ്ങേറ്റത്തെ ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കോൺഗ്രസിന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ മുസ്ലിം ലീഗ് ഇപ്പൊ അവിടെ ഇരിക്കടാന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ അവിടെ ഇരിക്കണം. ഇപ്പൊ പെടുക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇപ്പൊ പെടുക്കില്ല. ആ അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങള്. കാരണം കോൺഗ്രസ്സുകാർക്ക് സ്വന്തം തന്ത ആരാണെന്ന് അറിയണമെങ്കിൽ മുസ്ലിം ലീഗിനോട് ചോദിക്കണം. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോണത്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള മുസ്ലിം ലീഗ്, അതായത് നമ്മുടെ നാട്ടില് കുറെ കാലങ്ങളായിട്ട് കഴിഞ്ഞ 10-65 കൊല്ലായിട്ട് ഭാരതത്തിനെ ഭരിച്ച് മുടിച്ച് അവസാനിപ്പിച്ച് ഗംഭീര പ്രഭുക്കളായിട്ട് കുടുംബവാഴ്ചയുടെ അങ്ങേറ്റായിട്ട് നടന്നിരുന്ന ഈ മനുഷ്യന്മാർക്കുണ്ടല്ലോ, ഇപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞാ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. മുസ്ലിം ലീഗ് തന്തയ്ക്ക് വിളിച്ചാൽ അത് പഞ്ചപുച്ഛം അടക്കി നിന്ന് കേൾക്കും. അത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ്. അപ്പൊ പിന്നെ മുസ്ലിം ലീഗ് അവിടെ ജയിച്ചു, കായംകുളത്ത് മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിം ലീഗ് ഇനിയിപ്പോ അത് അവിടെ എന്താ പറയാ ഞമ്മന്റെ നാടാക്കിയോ മുസ്ലിം രാജ്യമാക്കി പ്രഖ്യാപിച്ചോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അയ്യോ നമ്മള് കാര്യത്തിൽ നിന്ന് വീണ്ടുപോയി. അപ്പോ ഈ പറയുന്ന വാർഡ് അവിടെ ജയിച്ചത് കൊണ്ട് ഇനിയിപ്പോ അത് ഇസ്ലാം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം ഇപ്പൊ പൂരം നടക്കുമ്പോഴും വേല നടക്കുമ്പോഴും ഞമ്മന്റെ ആൾക്കാരുടെ ചന്ദനക്കുടം നടക്കുമ്പോഴൊക്കെ അവിടെ എന്തുട്ടാണ് ഹമാസിന്റെ ആൾക്കാര്, ഹമാസിന്റെ തീവ്രവാദികളുടെ പോട്ടൊക്കെയാണ് ആനപ്പുറത്ത് എഴുന്നള്ളിക്കണത്. നിങ്ങൾ എന്തുട്ടാ വിചാരിച്ചത്? തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ആറാട്ടുപുഴ പൂരം അല്ലെങ്കിൽ മറ്റുള്ള ഉത്സവങ്ങളൊന്നല്ല ഇപ്പൊ ഇവിടെ ഞമ്മന്റെ പള്ളിയില് കാര്യങ്ങൾ നടക്കുമ്പോ നമ്മള് ഹമാസില് തീവ്രവാദികളായിട്ട് പൊട്ടിത്തെറിക്കാൻ പോയ ആൾക്കാരില്ലേ? ഹമാസിന്റെ പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദത്തിന്റെ നേതാക്കന്മാരുടെ പട്ടങ്ങൾ വെച്ചിട്ടാണ് ഇപ്പൊ പെട്ടക്കണത്. എങ്ങനെയുണ്ട് നമ്മുടെ നാട്? സൂപ്പർ അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം, ഈ പറയുന്ന ഈ സംഗതികൾ നടന്നു. അവിടെ പത്രസമ്മേളനം നടത്തി. നമ്മുടെ സന്ദീപ് വാചസ്പതിയോട് അവിടെ കുറെ പത്രസമ്മേളനം നടത്തുമ്പോ കുറെ പത്രക്കാരും കുറെ ചാനലും മീഡിയാസും ഒക്കെ ഉണ്ടാവില്ലേ, മാപ്രകള്, മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാപ്രകള്. ഈ അന്തും കുന്തവും ഇല്ലാത്ത മാപ്രകൾ അവിടെ വന്നിട്ട് ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോ സന്ദീപ് വാചസ്പതിയോട് ചോദിക്കുന്നുണ്ട് എന്തുട്ട് 1-2 ചോദ്യങ്ങള്. അപ്പൊ അതിൽ ഒരാള് മാന്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചു. രണ്ടാമത്തവൻ, അവന്റെ മൂന്ന് ഞാൻ ശരിക്കും കണ്ടില്ല. അവൻ ചോദിച്ച ചോദ്യം എന്തിട്ടാന്നറിയോ? നമ്മുടെ ഇന്ത്യയില് കാര്യങ്ങൾ നടക്കുമ്പോ ഈ ചോദ്യത്തിന് മറുചോദ്യം ചോദിച്ചത് കേൾക്കണം. കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്ന പരിപാടിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാം നമസ്കാരം തുടങ്ങി എന്നുള്ളത് സന്ദീപ് വാചസ്പതി ചോദിച്ചപ്പോ ഏതോ ഒരു മാപ്ര കിഴങ്ങൻ വന്നിട്ട് ചോദിക്കണേ, അല്ല ഭാരതത്തിലൊന്നും പറയില്ല, പാർലമെന്റിന്റെ പുതിയ ബിൽഡിംഗ് വന്നപ്പോ അവിടെ പൂജ നടത്തിയില്ലോ, എല്ലാം അവിടെ ഏത് ചടങ്ങുകളും പൂജ നടത്തിയിട്ടാണല്ലോ അവിടെ അരങ്ങേറണത്. അപ്പൊ ഇത് അങ്ങനെ അങ്ങോട്ട് കണ്ടാ പോരേന്ന്. എനിക്ക് ആ കോവർ കഴുതോട് പറയാം, മാപ്ര കോവർ കഴുതയോട് പറയാനുള്ളത് എനിക്ക് ഇത്രേ ഉള്ളോ. എന്റെ പൊന്നു മോനെ, ഈ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു ഹിന്ദുത്വമായ ചടങ്ങോട് കൂടിയിട്ടാണ് ഇവിടെ ഈ കണ്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടക്കണ ഈ ചാവാലി മാപ്രകൾക്ക് ഭാരതത്തിന്റെ സംസ്കാരത്തിനെ കുറിച്ച് എന്തറിയാം? ഇനിയിപ്പോ അവൻ അറിഞ്ഞിട്ടും അറിയാണ്ട് ഭാവിച്ചതാണെന്ന് നമുക്കറിയില്ല. കാരണം അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. ഉറങ്ങുന്ന ആൾക്കാരില്ലേ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റുള്ളൂ? ഉറക്കം നടിച്ചു കിടന്ന ആൾക്കാരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ മാപ്ര ചോദിച്ച ചോദ്യം ബെസ്റ്റായി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ അതിന്റെ ഇടയിൽ കൂടെ ഒരു സൂചി കയറ്റാനായിട്ട് മാപ്രക്ക് ഒരു പഴുത കൊടുത്തപ്പോ മാപ്ര ആനയും കൂടെ തള്ളി കയറ്റി അതിന്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് അവൻ ചോദിച്ച ചോദ്യാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനൊക്കെ
അവിടെ പൂജ നടത്തിയിട്ടാണല്ലോ സംഗതികൾ നടത്തിയെന്നാണ് ഈ പറയണത്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ? അപ്പൊ കേരളം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കേരളം മതേതരല്ലേ? മതേതരത്തിൽ ഇങ്ങനെ അപ്പൊ ഇതൊക്കെ ശരിയാവണത്? നമുക്കറിയില്ല ഈ മാപ്രകളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ മൊത്തത്തിൽ മാപ്രകൾക്ക് എന്തൊക്കെയോ എവിടേക്കോ പ്രശ്നങ്ങളുണ്ട്, അത് നമുക്കറിയില്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടില് വല്ല പുരോഗമനുണ്ട്. എന്ത് വന്ന് 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 ഈ ദുവ ഇറക്കല് ഈ ഞാൻ ചോദിക്കുന്ന പബ്ലിക്കായിട്ട് നമ്മുടെ നാട്ടിൽ പബ്ലിക്കായിട്ട് വരുന്ന ഈ മന്ത്രി പൂങ്കാവന്മാര് MLA ഒക്കെ CPM ആണ് പറയണത്. CPM ആരാന്നറിയോ? CPM എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവവിശ്വാസം ഇല്ല. ദൈവവിശ്വാസം ഇല്ലാത്ത CPM. ഈ CPM-ന്റെ പിന്നെ എന്തെന്നാണ് അയാളുടെ പേര്? നമ്മുടെ പാർലമെന്റിൽ ഇന്നാള്, അയ്യോ എനിക്ക് അയാളുടെ പേര് പറയാൻ കിട്ടുന്നില്ല, ഓർമ്മ വരുന്നില്ല, സോറി. അപ്പോ അയാള് പറഞ്ഞത് എന്താണെന്നറിയോ? കുംഭമേളയ്ക്ക് പോണത് ആകെ പ്രശ്നമാണ്. ആ കുംഭമേളയിൽ പോയിട്ട് ഇവിടെ ഇത്രയും കാലം പുരോഗമിച്ച സമയത്ത് അവിടെ കുംഭമേളയിൽ പോയിട്ട് ആൾക്കാർ പോയിട്ട് പുണ്യസ്നാനം നടത്തണമെന്നാണ് ഈ പറയുന്ന പിന്നെ CPM-ന്റെ സംഗതി പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നടത്തുന്നത് എന്താണ്? ഇയാൾക്ക് കണ്ണു കണ്ടൂടെ? എനിക്ക് അയാളുടെ പേര് ഓർമ്മ വരുന്നില്ല, നിങ്ങൾ അങ്ങനെ ക്ഷമിക്കും. മനസ്സിലായ? അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യുമ്പോ ആഹാ, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോ അതാണ് CPM-ന്റെ ഈ ലെവല്. CPM നിങ്ങൾ ഇങ്ങനെ ഹിന്ദുവിനെ താറടിപ്പിച്ച് അവസാനിക്കാറായില്ലേ? ശബരിമലയിൽ നിന്ന് അതിന് മുമ്പ് തുടങ്ങിയതല്ലേ? നമ്മുടെ ശ്രീമതി ടീച്ചറും നിങ്ങളുടെ ടീമുകളും ഗോവിന്ദനും പിന്നെ മറ്റേ ഷംസീറും എല്ലാരും കൂടിയിട്ട് ഈ ഹിന്ദുവിനെ വലിച്ചു കീറാൻ തുടങ്ങിയതല്ലേ? ഈ പാവ ഹിന്ദുക്കൾ നിങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ നമ്മുടെ മെക്കട്ടേക്ക് ഇങ്ങനെ കയറണത്? എന്ത് കാര്യമുണ്ട് നിങ്ങൾക്കൊക്കെ? ഈ ഒരു വിഭാഗത്തിന് മാത്രം താരാട്ടുപാടി അവസാനിക്കാറായില്ലേ? പിണറായി യുഗം തന്നെ അവസാനിക്കാറായി. എന്തുകൊണ്ടാണ്? ഇതാണ് അവസ്ഥ. ഒരു കൂട്ടരെ മാത്രം ഇങ്ങനെ താരാട്ടുപാടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബത്തിൽ ഒരു കിടാവുണ്ട്. ആ കിടാവിനെ അളവിന് കൂടുതൽ കൊഞ്ചിച്ചു കഴിഞ്ഞാൽ അത് വഷളായി പോയില്ലേ? ആ അവസ്ഥയാണ് നമ്മുടെ കേരളത്തില്. ഇപ്പൊ ഈ പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ കുട്ടിയെ ഇട്ടിട്ട് ആ താലോലിച്ച് മറ്റുള്ളവർക്ക് എന്നും ആട്ടും തുപ്പും തെറിയും മാത്രം. എന്ത്? നമ്മള് രണ്ടാം കൂടിയാണ്. ഈ CPM-കാരും കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരോട് ഞാൻ പറയാണ്, നമ്മള് രണ്ടാം കൂടിയാണ്. ഹിന്ദു ഇന്നും രണ്ടാം കൂടിയാ, കോൺഗ്രസ്സുകാർക്ക് നമ്മൾ രണ്ടാം കൂടിയാ, ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ രണ്ടാം കൂടിയാ. അപ്പൊ ഇവർക്ക് മുഴുവനും ഈ ഇസ്ലാം കുട്ടീനെയാണ് കൂടുതൽ ഇഷ്ടം. ഇസ്ലാം കുട്ടീനെ ഇട്ടിട്ട് താലോലിച്ച് ഇപ്പൊ എന്തായെന്നറിയോ? ഈ തീവ്രവാദം നമ്മുടെ പടിവാതിക്കലെത്തി. എന്ത്? ഹമാസിൽ നടക്കണ ഹമാസിന്റെ പടയാളികളാണ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കണത്. എവിടെ വരെ എത്തി കാര്യങ്ങള്? ഈ പൊന്ന് പിണറായി തമ്പുരാനെ, എവിടുന്ന് തുടങ്ങി എവിടേക്കാണ് പോണതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാ ഒരു അന്തം കുന്തം ഇല്ലേട്ടാ. പേടിയൊക്കെ ചെയ്യണ്. ഈ ജാതി അന്തം കുന്തമില്ലാത്ത പരിപാടികൾ ഇത് എവിടെ വരെ എത്തിക്കുന്ന നമുക്കൊരു പിടിയില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്ക് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചത്. ഇതെന്റെ സംശയം മാത്രാണ്. ഇതിൽ ഞാൻ ആർക്കെങ്കിലും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഞാനൊരു സാധാരണ പ്രജയാണ്. ഈ പറയുന്ന ഭരണഘടന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഭാരതം. അതുപോലെ തന്നെയാണ് കേരളത്തിനെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. അപ്പൊ ഈ ഭരണഘടന കുന്താണോ കുടച്ചക്രാണോ എന്നൊന്നും അറിയാത്ത മന്ത്രി സജി ചെറിയാന് ചിലപ്പോ ഇതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. കാരണം അയാളൊരു കിഴങ്ങൻ. ആ കിഴങ്ങന്റെ കൂടെ നടക്കണതൊക്കെ അതിനേക്കാളും വലിയ കിഴങ്ങന്മാര്. അപ്പൊ ഈ പറയുന്ന ആൾക്കാരെ വിളിച്ചോണ്ട് വന്ന് തലപ്പാവും വട്ടക്കെട്ടും താടി ഇതൊക്കെ കൂടി കാണുമ്പോഴല്ലോ നമുക്ക് ആകെ പേടിയാവുക. എനിക്ക് മാത്രല്ല, ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പേടി കുറെയൊക്കെ ഞാനും കണ്ടും കേട്ടുണ്ട്. ഞാനും പറയണത് ഈ വക കാര്യങ്ങളൊക്കെ. ഇതൊന്നും നല്ലതിനല്ല മന്ത്രിയെ. എന്തായാലും ഇത് നല്ലതിനല്ല. കാരണം ഒരു ഭാഗം മാത്രം നിങ്ങൾ ഇങ്ങനെ താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാര്യമാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ നശിച്ച് അവസാനം എല്ലാം കൂടെ കോരി വലിച്ച് തോണ്ടി ആ അറബിക്കടലോട്ട് കൊണ്ട് തള്ളേണ്ട ഒരു അവസ്ഥ വരും പാർട്ടിക്ക്. പാർട്ടി ഊർജ്ജശ്വാസം വലിച്ച് അവസാനിക്കാറായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കുട്ടീനെ താരാട്ടുപാട്ട് നിർത്തിയില്ലിങ്ങ എന്റെ പൊന്ന് സജിയെ, ഈ ഭാഗത്തുനിന്നല്ല അടുത്ത പ്രാവശ്യം നിങ്ങൾ പാർലമെന്റിൽ നിന്നല്ല ഈ ഭൂമി മലയാളം പോലും കാണില്ല. വോട്ട് കിട്ടിയിട്ട് നിങ്ങൾ നടക്കില്ല. ഇനി ഉറപ്പുള്ള കാര്യ. നമ്മളൊക്കെ പാവങ്ങൾ ഒരു ഭാഗത്തിന് കെടുക്കും. എന്തായാലും ശരി, പക്ഷപാതം ശരിയല്ല. മന്ത്രി ആണെങ്കിലും വേണ്ടില്ല, MLA ആണെങ്കിലും വേണ്ടില്ല. നാട്ടുകാര് തെരഞ്ഞെടുത്താലേ ഈ പ്രതിഭ MLA എന്ന് പറയുന്ന ഈ പ്രതിഭാഹരിയൊക്കെ നാട്ടുകാർ തെരഞ്ഞെടുത്താലേ ഇവളാർത്തേക്ക് ഒരു അന്തം കുന്നുണ്ടെങ്കിൽ ഈ വക പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുവോ? നമുക്ക് ആർക്കായാലും പക്ഷപാതം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഞാൻ ചോദിക്കണെങ്കിൽ ആകെ ചുരുങ്ങിയത് നിങ്ങൾ അവിടെ കിടന്നിട്ട് ആമീനോ പൂമീനോ പിന്നെ തള്ളാഹു എന്ത് വേണമെങ്കിൽ പറയേ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കൂടെ ബാക്കിയുള്ളവരെ കൂടി വേണ്ടേ?
ആ ചെയ്തതിനൊന്നും എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കണേ, അവിടെ കുറെ ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നിട്ട് കുറച്ച് മന്ത്രോച്ചാരണവും അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്നിട്ട് ഒരു പിന്നെ ഇത് ഒരു വെഞ്ചിരിപ്പും അതൊക്കെ കൂടി നടത്തണ്ടായിരുന്നില്ല? അതല്ലേ ഒരു മര്യാദ? കേരളത്തിന്റെ മതേതരത്വം പൂത്തുലയണമെന്നുണ്ടെങ്കിൽ ഈ വക പരിപാടിയൊക്കെ ചെയ്യണ്ടേ? അല്ലാണ്ട് ഈ പറയുന്ന എങ്ങനെ പറയാനാ? ഭരണഘടന എന്താണെന്നറിയാത്ത അന്തം കുന്തമില്ലാത്തൊരു മന്ത്രി. അപ്പൊ അയാളുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് എനിക്ക് തോന്നണേ. എന്തായാലും ഇതൊരു തീരുമാനം ആവണം. ഈ നിലയ്ക്കൊക്കെ പോവണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയാലും എങ്ങനെയാ? നിങ്ങളുടെ കുടുംബത്ത് മരുമോനാക്കിയ കല്യാണം പിന്നെ എന്തോ ചെയ്യ്. പക്ഷെ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രണ്ടാം തരല്ലേ? അതൊരു ഭയങ്കരല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഒരു പരിധിക്കൊക്കെ നിങ്ങൾ മുന്നോട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും 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 പറയേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പൊ മന്ത്രി ചെറിയാനെ, പ്രതിഭ MLA, രണ്ടുപേരും ചെവിയിൽ നിന്ന് വിളിക്കോ കേട്ടാ. ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കൈയുള്ളോൻ കാണിക്കുമ്പോ കണ്ണുള്ളോൻ കാണും. അത് നിങ്ങൾ തിരിച്ചറിയാണ്ട് പോരുത്. പിന്നെ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ടായ ഇല്ലാണ്ടാവും കൂടി പറയും. എന്ത് ഏതവരായാലും ശരി, വല്ലാണ്ടായ ഇല്ലാണ്ടാവും. അപ്പൊ വല്ലാണ്ടാവരുത്. വല്ലാണ്ടായി കഴിഞ്ഞാൽ അത് മറു ബോറാണ്, സഹിക്കാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ പണ്ട് ഈ ബസ്സിലും വണ്ടിയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ ഇരുന്ന് തുപ്പും പുറത്തേക്ക്. ചിലർക്ക് വായയിൽ ഛർദ്ദിക്കാൻ വരികയെ അല്ലെങ്കിൽ മുറുക്കൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഈ വണ്ടിയുടെ സൈഡിൽ ഇരുന്നിട്ട് തുപ്പും. അപ്പൊ പഴയ കാരണന്മാരൊരു ചൊല്ല് പറയും. ഈ എന്താ പറയാ, വായ അറിയാണ്ട് തുപ്പിയ ചെകിടറിയാണ്ട് മൂളുന്ന്. അപ്പൊ അതൊരു പഴമൊഴി പറഞ്ഞതാ. അല്ലാണ്ട് നമ്മളൊരു പാവാണേ, ആരെയും ഒന്നും കാണിക്കാനും ഇല്ല, പറയാനും ഇല്ല. നമുക്ക് ആകെ കൂടിയിട്ട് ഇതുപോലെ കാണുന്ന കാര്യങ്ങളൊന്നും പറയും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നോക്കുമ്പോ നമ്മൾ വെറും സാധു പാവം. നമ്മളെ വിട്ടേക്ക്, ഈ പാവം പൊക്കോട്ടെ. അപ്പൊ ശരി, എല്ലാവർക്കും മതേതര നമസ്കാരം.